മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതല്ല എന്നായിരുന്നു സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. എന്നാൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. ഹമീദ് ഫൈസി അടക്കം സമസ്തയിലെ നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. തങ്ങൾക്കെതിരായ പ്രസ്താവനകളിൽ മനോവിഷമമുണ്ടായി എന്നവർ പറഞ്ഞു. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇന്നലെ ചർച്ച ചെയ്തിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. സാദിഖ് അലി തങ്ങൾക്കെതിരായ പ്രസ്താവനകളിലെ ഖേദപ്രകടനം മാത്രമാണ് ഇന്നലെ ഉണ്ടായത്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ഇരു നേതാക്കളുടെയും പ്രതികരണം നമ്മൾ കണ്ടു. മുസ്ലിം ലീഗിന്റെ അതൃപ്തി പ്രകടമാക്കുകയാണോ നേതാക്കൾ? തീർച്ചയായും ഇന്നലെ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള സമസ്തയിലെ തന്നെ CP അനുകൂല നേതാക്കൾ സാദിഖ് അലി തങ്ങളെ കാണുകയും ജിഫ്രി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ കാണുകയും സാദിഖ് അലി തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ, കാരണം ഉമർ ഫൈസിയും ഹമീദ് ഫൈസിയും ഒക്കെ പല പ്രഭാഷണങ്ങളിലായി സാദിഖ് അലി തങ്ങൾക്കെതിരെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത വിഷയം, അദ്ദേഹത്തിൻ്റെ ഖാലി പദവി സംബന്ധിച്ചൊക്കെ പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിലുള്ള ഖേദം പ്രകടിപ്പിച്ചു. സാദിഖ് അലി തങ്ങളോട് അറിയിച്ചു. അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല, നിങ്ങൾ പൊതുസമൂഹത്തിൽ പബ്ലിക്കായി പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇക്കാര്യം അറിയിക്കണം. അതായത് തങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളിലുള്ള ഖേദം തങ്ങളെ അറിയിച്ചു, മനോവിഷമം അറിയിച്ചു എന്ന കാര്യം മാധ്യമങ്ങളോട് പറയണം എന്ന് പറഞ്ഞാണ് യോഗം അല്ലെങ്കിൽ കൂടിക്കാഴ്ച അവസാനിച്ചത്. അതേസമയം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഖേദപ്രകടനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞില്ല, പകരം സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ള രീതിയിൽ വാർത്താ സമ്മേളനം നടത്തിയുള്ള അതൃപ്തി വ്യക്തമാക്കുകയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ചെയ്തത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രമാണ് പറഞ്ഞത്. അതായത് തന്നോട് സംസാരിച്ചതിൻ്റെ നീതി പുലർത്തുന്ന രീതിയിലല്ല മാധ്യമങ്ങളോട് സംസാരിച്ചത്, തന്നോട് സംസാരിച്ചതിൻ്റെ അന്തസത്ത ശരിക്കും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞത്. PK കുഞ്ഞാലിക്കുട്ടി അത് വിശദീകരിച്ച് തന്നെ പറഞ്ഞു. സാദിഖ് അലി തങ്ങൾക്കെതിരെ പരാമർശമാണ് അവിടെ ചർച്ചയായത്. സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി, ഹമീദ് ഫൈസിയും മറ്റുമൊക്കെ അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനകളാണ് ചർച്ച ചെയ്തത്. അതിൽ അവർക്കുള്ള മനോവിഷമം പ്രകടിപ്പിച്ചു. അതൊരു ഖേദപ്രകടനം അവർ നടത്തുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്കാര്യം നിങ്ങൾ പബ്ലിക്കിലാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ പറയണമെന്ന് പറഞ്ഞു. അത് അവർ പക്ഷേ വാർത്താ സമ്മേളനത്തിൽ അതൊഴികെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അത് ശരിയായില്ല, അവരുടെ ഒരു സമീപനം ശരിയായില്ല എന്ന് വളരെ വ്യക്തമാക്കി പറയുകയാണ് ചെയ്തത്. അതല്ലാതെ വേറെ വിഷയങ്ങളൊന്നും, സംസ്ഥയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊന്നും ഇന്നലെ ചർച്ച ചെയ്തില്ല എന്നുകൂടി PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു. ഇത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങൾക്കെതിരെ CPM അനുകൂല സംസ്ഥയിലെ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളാണ്. പലപ്പോഴും ഖാലി വിവാദം സംബന്ധിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി ക്രിസ്മസ് കേക്ക് വിവാദത്തിലൊക്കെ സാദിഖ് അലി തങ്ങൾക്കെതിരെ നേരിട്ടുള്ള വിമർശനം നടത്തുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഈ ലീഗ് സമസ്ത തർക്കത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നത്. സ്വാഭാവികമായിട്ടും സമസ്തയിൽ തന്നെ ഒരു പൊതുവികാരം എന്ന് പറഞ്ഞത് അത് ശരിയായില്ല. അത് സാദിഖ് അലി തങ്ങളെ തന്നെ കണ്ട് പറഞ്ഞ് അതിലെ ഖേദം പ്രകടിപ്പിക്കുക എന്നൊരു പൊതുവികാരം ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിഫ്രി തങ്ങൾ അത്തരം ഒരു കൂടിക്കാഴ്ച അവസരം ഒരുക്കിയത്. അങ്ങനെയാണ് സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ആ കൂടിക്കാഴ്ച നടത്തുക. അതിൽ കൃത്യമായി അവർ ആ കാര്യം പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതേസമയം ആ കാര്യമല്ല പറഞ്ഞത്, ആ വിഷയം അല്ലെങ്കിൽ ഖേദപ്രകടനം നടത്തിയെങ്കിലും അത് പൊതുസമൂഹത്തിന് മുന്നിൽ അംഗീകരിക്കാൻ കഴിയാത്തൊരു സമീപനം അവരെടുത്തതിലുള്ള അതൃപ്തി നേതാക്കൾ അറിയിക്കുകയാണ് ചെയ്തത്. എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇന്നലത്തെ പോലെ എല്ലാം പരിഹരിച്ചു എന്ന രീതിയിലല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന. അല്പസമയം മുമ്പ് കോഴിക്കോട് വെച്ച് ഉമർ ഫൈസി മുക്കം പറഞ്ഞ മാപ്പ് ആർക്കും പറഞ്ഞില്ല, മാപ്പ് പറയേണ്ടത് ദൈവത്തോട് മാത്രമാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതായത് പ്രശ്നങ്ങൾ അവിടെ പൂർണ്ണമായും കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. അതല്ല, വീണ്ടും പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ, പ്രത്യേകിച്ച് CPM അനുകൂല സമീപം എടുക്കുന്ന നേതാക്കളും ലീഗ് നേതൃത്വമുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കും എന്നതിന് സൂചനകളാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും നേരത്തെ ഉമർ ഫൈസിയുടെയും പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അമൃത, ശരി, അസ്ലമിലേക്ക് എത്താം. മുഹമ്മദ് ഷംസീർ കൂടി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷംസീർ, മറ്റ് വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എന്നാണല്ലോ, കഴിഞ്ഞ ദിവസം ചർച്ചയായില്ല എന്നാണല്ലോ നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് എന്നല്ലേ? അമൃത, പ്രശ്നങ്ങൾ അതുപോലെ നിലനിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്നലെ സാദിഖ് അലി തങ്ങളും ജിഫ്രി മുത്തുകോയ തങ്ങളും ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ നേതാക്കൾ, സമസ്തയിലെ CPM അനുകൂല നേതാക്കളായ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഉമർ ഫൈസി മുക്കം
എന്നിവരുൾപ്പെടെയുള്ളവരാണ് ഇന്നലെ സാദിഖ് അലി തങ്ങളുമായി ഒരു ചർച്ച നടത്തിയത്. ചർച്ച എന്ന് പറഞ്ഞാൽ അവർ ചില പരാമർശങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനത്തേത് കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മുൻപ് കാലനിമാരുടെ യോഗ്യതയെക്കുറിച്ച് ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നലെ സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾ അല്ലെങ്കിൽ CPM അനുകൂല നേതാക്കൾ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളുമായി വിഷയം സംസാരിച്ചത്. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി, അത് പറഞ്ഞു തീർത്തു ഇന്നലെ എന്നാണ് അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വ്യക്തമാക്കിയത്. എന്നാൽ ക്ഷമാപണം നടത്തിയോ എന്ന് കൃത്യമായി തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നതിന് ശേഷം മീഡിയ വണിനോട് സംസാരിച്ചപ്പോഴും ക്ഷമാപണം നടത്തിയോ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിനോട്. എന്നാൽ ഇല്ല എന്നുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നിപ്പോൾ ഉമർ ഫൈസി മുക്കവും പറഞ്ഞത് ക്ഷമാപണം നടത്തിയിട്ടില്ല, ക്ഷമാപണം നടത്തേണ്ടത് ദൈവത്തോട് മാത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഇന്നലെ കൃത്യമായി ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് സാദിഖ് അലി തങ്ങളും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും. ഇന്നലെ നടത്തിയ ഈ ചർച്ചയോട് നീതി പുലർത്തുന്ന പ്രതികരണമല്ല പുറത്ത് നടത്തിയത് എന്നുകൂടി സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അതായത് കൃത്യമായി തന്നെ ഇവിടെ വന്ന് വിഷയങ്ങൾ സംസാരിക്കുകയും ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് പൊതുസമൂഹത്തിലാണ്. ഇപ്പോൾ കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും കാലിമാരുടെ യോഗ്യതയെക്കുറിച്ച് ഉമർ ഫൈസി മുക്കം പറഞ്ഞതൊക്കെയും പൊതുസമൂഹത്തിലാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് സംസാരിച്ചു, ഓക്കെ, അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലാണ് ഇതേക്കുറിച്ചുള്ള പ്രതികരണം, ഇത് സമവായത്തിലെത്തിയെന്നും ഖേദപ്രകടനം നടത്തിയെന്നും പറയേണ്ടത്. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇത് പറയണം എന്ന ധാരണയ്ക്ക് പുറത്താണ് ഇവിടെ നിന്ന് ചർച്ച അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നാൽ പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ ചർച്ചയോട് നീതി പുലർത്തുന്ന പ്രതികരണമല്ല അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമായി തന്നെ പറയുകയാണ്. ഇതിലൂടെ സമസ്തയിൽ ഏറെക്കുറെ സമവായത്തിലെത്തിയെന്ന് കരുതിയിരുന്ന വിഷയങ്ങൾ വീണ്ടും സജീവമായി തന്നെ നിൽക്കുമെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇന്നലെ നടന്ന ചർച്ചയിൽ പ്രധാനമായും വന്നത് വ്യക്തിപരമായി സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ ചർച്ചയ്ക്ക് വന്നത്. ഈ അടുത്ത ഘട്ടത്തിൽ സംഘടനാപരമായ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും എന്നുകൂടി ഈ ചർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമസ്ത നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ നടത്തിയ ചർച്ചയിൽ തന്നെ അതിൻ്റെ ധാരണയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പുറത്തു വന്ന് സംസാരിച്ചു എന്നതിൽ അതൃപ്തിയാണ് കൃത്യമായി തന്നെ സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കുന്നത്. ആ അതൃപ്തി കൃത്യമായി തന്നെ അദ്ദേഹം തുറന്നു പറയുക കൂടിയാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഒളിച്ചു പറയുകയോ ഒന്നുമല്ല, കൃത്യമായി തന്നെ ആ ചർച്ചയോട് നീതി പുലർത്തിയില്ല എന്ന് കൃത്യമായി തന്നെ സാദിഖ് അലി തങ്ങൾ പറയുകയാണ്. അത് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയും ആവർത്തിക്കുന്നത്. അമൃത. ശരി, മുഹമ്മദ് ഷംസീറാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട്. അസ്ലം, ഇത്തരത്തിൽ ഈ തങ്ങൾക്കെതിരായ പ്രസ്താവനകളിൽ മനോവിഷം ഉണ്ടായി എന്ന് നേതാക്കൾ പറഞ്ഞു എന്ന് കുഞ്ഞാലിക്കുട്ടി നേരത്തെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഖേദം പ്രകടിപ്പിച്ചത് മാധ്യമങ്ങളെ അറിയിക്കണമായിരുന്നു എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും അതൃപ്തി പരസ്യമായി തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു ഖേദപ്രകടനം പ്രതീക്ഷിക്കാമോ? ശരിക്കും ഇന്നലത്തോടു കൂടി സാദിഖ് അലി തങ്ങൾക്കെതിരായ ഒരു പരാമർശങ്ങളിലുള്ള അവരുടെ ഖേദപ്രകടനം വരെ അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കുമായിരുന്നു. കാരണം നമുക്കറിയാം, സംസ്ഥാന മുഷാവറയ്ക്ക് മുന്നിൽ വന്ന പരാതികളിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങൾക്കെതിരെ സമസ്ത വേദി ഉപയോഗിച്ചുകൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഉമർ ഫൈസി അടക്കമുള്ള CPMയുടെ ആഭിമുഖ്യമുള്ള സമസ്തയിലെ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളായിരുന്നു. അത് പലപ്പോഴും CPMന്റെ അജണ്ടയായി വിലയിരുത്തുന്ന സമസ്ത നേതാക്കളുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്. ആ ഒരു അജണ്ടകൾ, ആ പരാതികൾ ഒരു വശം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നേതൃത്വത്തിലെ ഭാരവാഹികളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു. അതേസമയം ആ വിഷയങ്ങൾ പരിഹരിക്കുന്ന ഏറ്റവും നിർണായക ഘടകം എന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനകളായിരുന്നു. ഉമർ ഫൈസി, ഹമീദ് ഫൈസി ഒക്കെ അത് തങ്ങളെ കണ്ട് സംസാരിച്ച് തീർക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒരു കൂടിക്കാഴ്ച നടന്നത്. അതിൽ ഹമീദ് ഫൈസി, ഉമർ ഫൈസിയും നേരിട്ട് തന്നെ തങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനയിൽ തങ്ങൾക്ക് മനോവിഷമമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതുതന്നെയാണ് ഖേദപ്രകടനം എന്ന് PK കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുമ്പോൾ ആ ഒരു കാര്യം എന്നോട് വ്യക്തിപരമായി പറഞ്ഞതല്ല, ഞങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പരസ്യമായി തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരസ്യമായ കാര്യം ഈ ഒരു പ്രസ്താവനകളിൽ മനോവിഷമമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പരസ്യമായി പറയണം, മാധ്യമങ്ങളോട് അറിയിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞ വാർത്താ സമ്മേളനം വിളിച്ചത്. അതേസമയം അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, പകരം സമസ്തയുമായി ലീഗുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിച്ചു, പലതും സാദിഖ് അലി തങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ രീതിയിലാണ് ഇന്നലെ ഹമീദ് ഫൈസി അമ്പലക്കടവ് വാർത്താ സമ്മേളനം നടത്തിയത്. നമ്മൾ ഇന്നലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അവർ ഖേദപ്രകടനമാണ് നടത്തിയെന്ന കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആ റിപ്പോർട്ടിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്. സ്വാഭാവികമായിട്ടും വളരെ കൃത്യമായ അതൃപ്തി ആ നേതാക്കൾ വന്ന് സംസാരിച്ചതിൻ്റെ അന്തസ്സത്ത നിരക്കുന്ന രീതിയില്ല, നീതിപൂർവമായിട്ടല്ല അവർ പുറത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞതിലൂടെ അവരുടെ ആ ഒരു അതൃപ്തി വ്യക്തമാക്കുന്നു. സ്വാഭാവികമായിട്ടും ആ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാകുന്നു എന്നതാണ് വസ്തുത. കാരണം ഒരു ചർച്ച നടത്തി അതിൽ പ്രശ്നപരിഹാരം ഉണ്ടായി എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ചർച്ചയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അഭിപ്രായം ഒരു കൂട്ടർ പറയുന്നു, ആ പറഞ്ഞത് ശരിയായില്ല എന്ന രീതിയിൽ ലീഗ് നേതാക്കൾ പ്രതികരിക്കുന്നു. സ്വാഭാവികമായും ആ വിടവ്, ആ പ്രശ്നം
അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സമസ്തയിലെ CPM അനുകൂല നേതാക്കളുടെ നീക്കങ്ങളെ ഒരു തരത്തിലും വിട്ടുകൊടുക്കേണ്ട ഇല്ല എന്ന രീതിയിലേക്ക് ലീഗ് പോകുന്നു. സമസ്തയിൽ അകത്ത് തന്നെയുള്ള ലീഗ് അനുകൂലികൾ ശക്തമായ സമ്മർദ്ദം അവരെ കൊണ്ട് തിരുത്തിപ്പിക്കണം എന്ന രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് പോകുന്നു. എന്തായാലും സമസ്തയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളും അത്ര പെട്ടെന്ന് കഴിയുന്നില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ പുതിയ പ്രതികരണങ്ങൾ നൽകുന്നത്. മുഹമ്മദ് അസ്ലമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.